വ്യാസനിർമ്മിതമായ 18 പുരാണങ്ങളിൽ അതിശ്രേഷ്ഠമായ പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെപ്പറ്റി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഒരഭിപ്രായമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നു, ധർമ്മരസത്തെ ഉത്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുജറാത്തിയിലുള്ള ഭാഗവതത്തെ ഞാൻ വളരെ രസത്തോടുകൂടി വായിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ 21 ദിവസത്തെ ഉപവാസത്തിനിടയ്ക്ക് ഭാരതഭൂഷണം പണ്ഡിത മദനമോഹന മാളവ്യജിയുടെ മുഖത്തു നിന്ന് ഭാഗവതത്തിൽ കുറച്ചു ഭാഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി, കുട്ടിക്കാലത്ത് ഇദ്ദേഹത്തെ പോലെയുള്ള ഭാഗവത ഭക്തന്മാരുടെ മുഖത്ത് നിന്ന് ഭാഗവതം കേട്ടിരുന്നെങ്കിൽ അന്നു മുതൽക്കേ എനിക്ക് ഭാഗവതത്തിൽ പ്രീതി നല്ലവണ്ണം സിദ്ധിക്കുമായിരുന്നുവല്ലോ എന്ന്. ആ പ്രായത്തിലുണ്ടാവുന്ന ശുഭ അശുഭ സംസ്കാരം വളരെ ആഴത്തിൽ അടിയുറച്ച് കിട്ടുന്നതാണ്. ഇതെനിക്ക് നല്ല അനുഭവമായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് എത്രയോ ഉത്തമ ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടിയിരുന്നത് വായിച്ചില്ലല്ലോ എന്ന് എനിക്കിപ്പോൾ ഖേദം തോന്നുന്നു. മഹാത്മാഗാന്ധിയുടെ ഈ അഭിപ്രായം തീർച്ചയായും ഭാരതത്തിലെ യുവജനത നിർബന്ധമായും കേട്ടിരിക്കേണ്ടതാണ്. ഒപ്പം ഗാന്ധി ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന ആളുകളും ശ്രീമദ് ഭാഗവതത്തെപ്പറ്റി മഹാത്മാഗാന്ധി പറഞ്ഞ ഈ അഭിപ്രായത്തെ ഉൾക്കൊണ്ട് ഭാഗവതം പഠിക്കുകയും പഠിപ്പിക്കുകയും പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാൻ വേണ്ടത് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്.